ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇന്നുണ്ടല്ലോ ഒരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെറും സിമ്പിളായിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പി കേട്ടോ. അപ്പം നോക്കിയാലോ, അതിനായിട്ട് ഞാനിവിടെ ഇത്രയും പാസ്ത ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതിനെ ഒരു എന്താ പറയുക, നമ്മുടെ പാസ്തേനെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ശക്കല സവോള, പിന്നെ പോയിട്ട് ഇത്തിരി ഇഞ്ചിയുണ്ട്, ഒരു 2-3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി വേണ്ട, ചെറുതായിട്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിതാ എടുത്തിട്ടുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ പാസ്ത ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്തുണ്ടല്ലോ ഒരു ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ വേണ്ട, മറ്റേ സാധാ രുചിയൊന്നും ഇല്ലാത്ത അങ്ങനത്തെ എണ്ണ, വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അതിനെ നമുക്കൊന്ന് വെള്ളം വാലാനായിട്ട് വെക്കണം. ഇനി ആ സമയത്ത് ഒരു കുറച്ച് ബട്ടർ എടുത്തോളുക. അതിപ്പോൾ കൂടുതലോ കുറവോ അവനുണ്ട് ഇഷ്ടം. ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ സവോളയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ, ഒരുപാട് വേണ്ട, ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തോളാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് മൈദയാണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തിരി ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ഒരു കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. ഇനി നമുക്ക് നമ്മുടെ വഴറ്റാൻ വെച്ചിരിക്കുന്ന സവോളയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുത്തോളുക കേട്ടോ. ഈ സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഗ്ലാസോളം പാലും കൂടെ, അത് നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച്, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആയിരുന്നു, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. ഞാൻ ആ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. നമ്മൾ ഇട്ട് ഒഴിക്കുന്ന മൈദയൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പാസ്തയോട് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നല്ല ചെറു ചൂടെന്നല്ല, അത്യാവശ്യം ചൂടുള്ള പാലായിരുന്നു, ഒരു ഗ്ലാസ് പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി കൂടുതലായിരുന്നു ഞാൻ ആ പാസ്ത ഇട്ടിരുന്നതാണ്. ഒരു ചെറിയ കടായി ആയിരുന്നുകൊണ്ട് തന്നെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചില്ലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് വേണ്ടത് ഇത്തിരി ഒർഗാനോയാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, ഉണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. അതൊരു ഭംഗിക്കും കൂടെ ആണെന്നുള്ളൂ, പ്രത്യേകിച്ച് ഒരു രുചി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു ഭംഗിക്ക് കാണാനൊരു രസമല്ലേ, എത്രമാത്രം, വേറൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. അതൊന്നെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ അല്ലാതെ ഷീറ്റായിട്ടുള്ളതായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതൊരു 3 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്, പീസാക്കി അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ അതിനൊന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അതായിരിക്കും നല്ലത്. ഇതിനത്രയും ഒരു ടേസ്റ്റ് അങ്ങോട്ട് എടുത്ത് വരുന്നില്ല. എന്തായാലും ചെറുതായിട്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചീസൊക്കെ അതിൻ്റെ അകത്തോട്ടൊന്ന് നന്നായിട്ട് അലിഞ്ഞ് നല്ല അടിപൊളി സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വലിയത്തില്ല, ഈ ഒരു ചീസ് ആയതുകൊണ്ട് ഒരുപാട് വലിഞ്ഞ് വരത്തില്ല. എന്തായാലും നല്ല വൈറ്റ് ക്രീമി ആയിട്ട് വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴല്ലോ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഓൾറെഡി പാസ്ത വേവിച്ച സമയത്ത് ഇട്ട് കൊടുത്തിരുന്ന കാരണം ആവശ്യത്തിന് ഉണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാകും. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്, ഒത്തിരി കഷ്ടപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇത്തിരി സോസൊക്കെ ഇട്ട് കൊടുക്കാം, അതൊരു ടേസ്റ്റാണ്. ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലോ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും. എന്നാൽ പിന്നെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ടാറ്റാ.